എവരിവൺ. നമ്മൾ +2 ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ശരിക്കും ഇത് ഫസ്റ്റ് നിങ്ങൾ പഠിച്ച ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്നും പറഞ്ഞ് നിങ്ങൾ പഠിച്ച പാഠത്തിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ചാപ്റ്ററാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. നമുക്കറിയാം, ഒരു ചാർജ് അതിന് ചുറ്റും ഉണ്ടാക്കുന്ന ഒരു സ്പേസാണ് ഇലക്ട്രിക് ഫീൽഡ്, അല്ലെങ്കിൽ ചുറ്റും ഉണ്ടാക്കുന്ന ഒരു ഇഫക്റ്റാണ് ഇലക്ട്രിക് ഫീൽഡ്. ആ ഇലക്ട്രിക് ഫീൽഡിലെ ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റിലെ ഒരു പ്രോപ്പർട്ടിയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അല്ലേ? കഴിഞ്ഞ പാഠത്തിലെ ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിലെ ഏതൊരു പോയിന്റിലും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ടാവും. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് ഡിഫൈൻ ചെയ്യുന്നത്? നമ്മൾ ഒരു ടെസ്റ്റ് ചാർജിനെ അല്ലെങ്കിൽ ഒരു ചെറിയ പോസിറ്റീവ് ചാർജിനെ ആ പോയിന്റിൽ കൊണ്ട് പ്ലേസ് ചെയ്താൽ ആ പോയിന്റിൽ ഇരിക്കുന്ന ആ ചാർജിന് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അത് ഈ ഫീൽഡിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ഈ ചാർജ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സാണ്. അപ്പോൾ ഒരു ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജിനെ ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റിൽ കൊണ്ട് പ്ലേസ് ചെയ്യുമ്പോൾ അതിലൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സ് പെർ ആ ചാർജ് കൊണ്ടുവച്ച ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്ത ഫോഴ്സ് ഡിവൈഡഡ് ബൈ പ്ലേസ് ചെയ്ത ചാർജ്, അതിനെ വിളിക്കുന്ന പേരാണ് ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്തത് ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഫോഴ്സ് ആക്ടിങ് ഓൺ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. യൂണിറ്റ് ചാർജിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കുന്നത്. യൂണിറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്യൂ ചാർജിന് എഫ് ഫോഴ്സ്. അപ്പോൾ ഒരു ചാർജിന് അല്ലെങ്കിൽ യൂണിറ്റ് ചാർജിന് എത്ര ഫോഴ്സ്? അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ 5 പേനയ്ക്ക് 100 രൂപയായി. അപ്പോൾ യൂണിറ്റ് പെൻ അല്ലെങ്കിൽ ഒരു പേനയ്ക്ക് എത്ര രൂപ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ടോട്ടൽ ആയ കാശിനെ ഒരു അല്ലെങ്കിൽ പേനയുടെ എണ്ണം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും എന്ന് പറയും പോലെയാണ്. ക്യൂ എന്ന് പറയുന്ന എമൗണ്ട് ഓഫ് ചാർജിൽ എഫ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒരു ചാർജിന് എത്ര ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും? അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്ത ഫോഴ്സ് ബൈ ആ ചാർജ്, അതാണ് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടത് ഈ പോയിന്റിലെ ഇൻറ്റൻസിറ്റി ഓഫ് ഫീൽഡിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് ആ പോയിന്റിലെ മറ്റൊരു പ്രോപ്പർട്ടിയായ പൊട്ടൻഷ്യൽ എന്ന കോൺസെപ്റ്റാണ് പഠിക്കേണ്ടത്. അതായത് ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റിൽ ഒരു ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ട്, അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി, ഫോഴ്സ് പെർ ചാർജ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അതേ പോയിന്റിലെ പുതിയൊരു പ്രോപ്പർട്ടിയായ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളതാണ്. നമ്മൾ ഇത്രയും കാര്യം മനസ്സിലാക്കുക. നമ്മൾ പറഞ്ഞു ഒരു ക്യൂ ചാർജിനെ ഇവിടെ പ്ലേസ് ചെയ്യണമെന്ന്. അങ്ങനെ പ്ലേസ് ചെയ്താലാണ് അതിൽ എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഡിവൈഡഡ് ബൈ ആ പ്ലേസ് ചെയ്ത ചാർജാണ് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചാർജിനെ എങ്ങനെ ഇവിടെ പ്ലേസ് ചെയ്യും? അതിന് ഈ ചാർജ് അതിനെ റിപ്പൽ ചെയ്യത്തില്ലേ? അല്ലെങ്കിൽ ഒരു ചാർജിനെ ഒരു ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റിലേക്ക് ചുമ്മാതെ കൊണ്ടുവരാൻ പറ്റത്തില്ല. ആ ഫീൽഡിലേക്ക് അത് എത്തണമെങ്കിൽ ഈ ഫീൽഡിൻ ഉണ്ടാക്കിയ ചാർജിൻ്റെ റിപ്പൾഷനെ ഓവർകം ചെയ്താലേ പറ്റുള്ളൂ. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഫീൽഡിന് പുറത്തിരിക്കുന്ന ഒരു ചാർജിനെ ഫീൽഡിനുള്ളിലെ ഒരു പോയിന്റിലോട്ട് കൊണ്ടുവരാൻ വെറുതെ പറ്റത്തില്ല. അതിന് എന്ത് ചെയ്യേണ്ടി വരും? വി ഹാവ് ടു ഡു വർക്ക്. If Q charge is placed at any point in an electric field, the required work is W. ആ ചെലവായ വർക്ക് ബൈ ആ കൊണ്ടുവന്ന ചാർജ്. അതായത് Q എന്ന് പറയുന്ന ഒരു ചാർജിനെ, ഒരു പോസിറ്റീവ് ചാർജിനെ ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റിൽ പ്ലേസ് ചെയ്യാൻ എനിക്ക് W വർക്ക് ചിലവായെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് ചിലവായ വർക്കായ W ഡിവൈഡഡ് ബൈ ആ കൊണ്ടുവച്ച ചാർജ്, ആ റേഷ്യോ അറിയപ്പെടുന്ന പേരാണ് ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ. V എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഫോഴ്സ് പെർ ചാർജ്. ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫോഴ്സ് പെർ ചാർജ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇപ്പം നമ്മൾ പറയുന്നു അതേ പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നു വർക്ക് പെർ ചാർജ്. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ആ പോയിന്റിൽ പ്ലേസ് ചെയ്യാൻ ആവശ്യമായ വർക്കാണ് ആ പോയിന്റിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോൾ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് ചോദിച്ചാൽ,
ഇലക്ട്രിക് ഫീൽഡിന് പുറത്തിരിക്കുന്ന ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റിൽ എത്തിക്കാൻ ആവശ്യമായ വർക്കാണ്. ഇഫ് W work is required to place a charge Q at any point in the electric field, then the potential at that point is V is equal to W by Q. അപ്പോൾ നമുക്ക് നല്ലൊരു ഡെഫിനിഷൻ കൊടുക്കാം. വാട്ട് ഈസ് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്? ഡെഫിനിഷൻ ഇതാണ്: ഇറ്റ് ഈസ് ദ വർക്ക് റിക്വയർഡ് ടു പ്ലേസ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. എന്താണ് ഈ ഇൻഫിനിറ്റി എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്? എന്താണെന്ന് പറയാമോ? ഫീൽഡിന് പുറത്തിരിക്കുന്ന എന്ന അർത്ഥത്തിലാണ് ഞാൻ ഇൻഫിനിറ്റ് എന്ന് പറയുന്നത്. കാരണം ഈ ഫീൽഡ് എവിടം വരെ ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഫീൽഡ് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ്, എവിടം വരെ ഫീൽഡ് ഉണ്ടോ അതിന് പുറത്തുനിന്ന്, അതാണ് ഇൻഫിനിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഇൻഫിനിറ്റിയിൽ നിന്ന് വളരെ ദൂരെ നിന്നും ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഫീൽഡിൽ എത്തിക്കാൻ ആവശ്യമായ വർക്കാണ് ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോൾ അത് ഡെഫിനിഷൻ ബോർഡിൽ എഴുതുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് എഴുതിയെടുത്താൽ മതി. ഇതിൻ്റെ യൂണിറ്റ്, വർക്കിൻ്റെ യൂണിറ്റ് ജൂൾ, ചാർജിൻ്റെ യൂണിറ്റ് കൂളം, ജൂൾ പെർ കൂളം എന്ന് പറയുന്നു, അഥവാ അതാണ് വോൾട്ട് എന്നറിയപ്പെടുന്നത്. ജൂൾ പെർ കൂളം ഓർ കോൾഡ് വോൾട്ട്. അപ്പോൾ ഒരു പുതിയൊരു ക്വാണ്ടിറ്റി നമ്മൾ പരിചയപ്പെടുന്നു. ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റിൽ ഫീൽഡ് ഇൻറ്റൻസിറ്റിയും ഉണ്ട്. അതേ പോയിന്റിലെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് പൊട്ടൻഷ്യൽ. എന്താണ് പൊട്ടൻഷ്യൽ? W/Q. അപ്പോൾ ബോർഡിലുള്ള ഈ ഡെഫിനിഷൻ അതേ കണക്ക് നോട്ടിലേക്ക് എഴുതിയെടുക്കുക. ഹെഡിങ്: പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ്. ഇറ്റ് എന്ന് നമ്മൾ പഠിക്കുമ്പം ഈ ഇറ്റ് എന്നുള്ളതിന് പകരം ഈ ഹെഡിങ് ആണ് വായിക്കേണ്ടത്. പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വർക്ക് റിക്വയർഡ് ടു മൂവ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. കേട്ടോ? അപ്പോൾ ആ ഹെഡിങ്ങും കൂടെ ചേർത്ത് വായിക്കുമ്പോഴേ അതിനൊരു മീനിങ് വരത്തുള്ളൂ. ഇറ്റ് എന്ന് എഴുതിയിരിക്കുന്നതിന് പകരം ഹെഡിങ് വായിക്കണം. അപ്പോൾ അതൊരു മീനിങ് ഫുൾ സ്റ്റേറ്റ്മെന്റ് കിട്ടുന്നത്. എന്താണ്? പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വർക്ക് റിക്വയർഡ് ടു move a unit positive charge from infinity to that point. If W is the work required to move a charge Q, then the potential at the point is W/Q. Okay? അപ്പോൾ ഒരിക്കൽ കൂടി, ഈ പോയിന്റിലേക്ക് Q ചാർജിനെ കൊണ്ടുവച്ചപ്പോൾ എനിക്ക് W വർക്ക് വേണ്ടി വന്നു. ചെയ്ത വർക്ക് ബൈ കൊണ്ടുവച്ച ചാർജ്, അതാണ് അവിടുത്തെ പൊട്ടൻഷ്യൽ. ഇനി തിരിച്ച് വേറൊരു രീതിയിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്. ഇത് ഇലക്ട്രിക് ഫീൽഡാണ്. ഈ പോയിന്റിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ലെറ്റ് ഇറ്റ് ബി V. ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ V ആണ്. അങ്ങനെയാണെങ്കിൽ വെളിയിലിരിക്കുന്ന ഒരു Q ചാർജിനെ ഇവിടെ പ്ലേസ് ചെയ്യാൻ എത്ര വർക്ക് വേണ്ടി വരും? V പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലത്ത് Q ചാർജിനെ കൊണ്ടുവരാൻ എത്ര വർക്ക് വേണം എന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. W = VQ. V ആണ്, അതെ, ഇത് ക്രോസ് ചെയ്തതാണ്. അപ്പോൾ V ആണ് ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ എങ്കിൽ Q എമൗണ്ട് ഓഫ് ചാർജിനെ ആ പോയിന്റിൽ എത്തിക്കാൻ എത്ര വർക്ക് ചിലവാകും എന്ന് ചോദിച്ചാൽ അവിടുത്തെ പൊട്ടൻഷ്യൽ ഇൻറ്റു ആ ചാർജ് ആയിരിക്കും. വളരെ ഈ റിസൾട്ടൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താ സംഭവം? ഒരു ചാർജിനെ ഇലക്ട്രിക് ഫീൽഡിനകത്ത് പ്ലേസ് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യണം, അല്ലേ? ഒരു സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒരു ചാർജിനെ ഇലക്ട്രിക് ഫീൽഡിനകത്ത് പ്ലേസ് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യണം. എത്ര വർക്ക് ചെയ്യണം? ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ എത്രയാണോ ഇൻറ്റു നമ്മൾ കൊണ്ടുവച്ച ചാർജ്. ഓക്കെ, ദിസ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് നന്നായിട്ട് എഴുതിയെടുക്കുക, കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. നമുക്കറിയാം, ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റ് ആയാൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് നമുക്കറിയാം. സപ്പോസ് എ എന്ന് പറയുന്ന ഈ പോയിന്റിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, VA. എന്താണ് പൊട്ടൻഷ്യൽ എന്ന് നമുക്കറിയാം. അവിടെ കൊണ്ട് ഒരു ചാർജിനെ വയ്ക്കാൻ ആവശ്യമായ വർക്ക് പെർ ചാർജ്. ഓക്കെ, അതിന് പറയുന്നില്ല, നമ്മൾ മനസ്സിലാക്കി. ഇലക്ട്രിക് ഫീൽഡിലെ തന്നെ മറ്റൊരു പോയിന്റാണ് B. ബിയിലെ പൊട്ടൻഷ്യലാണ് VB എന്നിരിക്കട്ടെ. അപ്പോൾ ഇതൊരു ഇലക്ട്രിക് ഫീൽഡാണ്. ഇലക്ട്രിക് ഫീൽഡിലെ രണ്ട് പോയിന്റുകളാണ് എയും ബിയും. അതിൽ എയിലെ പൊട്ടൻഷ്യൽ VA, ബിയിലെ പൊട്ടൻഷ്യൽ VB. എങ്കിൽ ഈ പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്ന പുതിയ കോൺസെപ്റ്റ് എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഒരുപക്ഷെ പൊട്ടൻഷ്യലിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ മീനിങ് ഫുള്ളായ ഒരു ക്വാണ്ടിറ്റിയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്.
നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതും അതാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ രണ്ട് പൊട്ടൻഷ്യലുകൾ തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എന്താണെന്ന് കേട്ടോ. ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റിൽ നിന്നും, മറ്റേ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രിക് ഫീൽഡിന് പുറത്തിരിക്കുന്ന ഒരു യൂണിറ്റ് ചാർജിനെ ഇലക്ട്രിക് ഫീൽഡിനകത്ത് കൊണ്ടുവരാൻ ആവശ്യമായ വർക്കാണ്. എന്നാൽ രണ്ട് പോയിന്റിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റിൽ നിന്നും ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇലക്ട്രിക് ഫീൽഡിലെ മറ്റൊരു പോയിന്റിലേക്ക് കൊണ്ടുപോകാൻ എത്ര വർക്ക് വേണം, അല്ലേ? പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫീൽഡിന് പുറത്തുനിന്ന് ഒരു യൂണിറ്റ് ചാർജിനെ ഫീൽഡിനകത്ത് എത്തിക്കാൻ ആവശ്യമായ വർക്കാണ് അവിടുത്തെ പൊട്ടൻഷ്യൽ. ആ ഫീൽഡിലുള്ള ഒരു പോയിന്റിൽ നിന്നും ഫീൽഡിലുള്ള മറ്റൊരു പോയിന്റിലേക്ക് ഒരു യൂണിറ്റ് ചാർജിനെ മൂവ് ചെയ്യിക്കാൻ എത്ര വർക്ക് വേണം, അതിനെ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കിയാൽ മതി. എനിക്കൊരു ടെസ്റ്റ് ചാർജിനെ ബി ഇൻഫിനിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ വെളിയിൽ നിന്ന് ബി വരെ കൊണ്ടുവരാൻ 100 ജൂൾ വർക്കാണ് വേണ്ടി വന്നത്. എന്നാൽ ഇൻഫിനിറ്റിയിൽ നിന്ന് അതിനെ എ വരെ കൊണ്ടുവരാൻ എനിക്ക് 80 ജൂൾ വർക്കാണ് വേണ്ടി വന്നത്. അപ്പോൾ പുറത്തുനിന്ന് ബിയിലോട്ട് വരാൻ 100 ജൂൾ വേണ്ടി വന്നു, പുറത്തുനിന്ന് എയിലോട്ട് വരാൻ 80 ജൂൾ മതി. അപ്പോൾ എയും ബിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം, അല്ലെങ്കിൽ ജൂൾ മീൻസ് ജൂൾ പെർ കൂളമാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കൂളത്തിന് വേണ്ടി 100 ജൂൾ വർക്ക്, ജൂൾ പെർ കൂളത്തെ അല്ലെങ്കിൽ നമ്മൾ വോൾട്ട് എന്ന് ചിന്തിക്കണം. അതായത് ഒരു കൂളം ചാർജിനെ ബിയിൽ എത്തിക്കാൻ എനിക്ക് 100 ജൂൾ വർക്ക് വേണ്ടി വന്നു. 100 ജൂൾ പെർ കൂളം വർക്ക് ഈസ് റിക്വയർഡ്. എയിൽ കൊണ്ടുവരാൻ 80 ജൂൾ പെർ കൂളം ഈസ് റിക്വയർഡ്. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 20 ജൂൾ പെർ കൂളം ആയിരിക്കുമല്ലോ. അതെന്താണ് സംഭവം? എ വരെ എത്താൻ 80, ബി വരെ എത്താൻ 100. അപ്പോൾ ആ 20 എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം എയിൽ നിന്നും ബി വരെ എത്താൻ ആവശ്യമായ വർക്കാണല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, ഒരു പോയിന്റിൽ നിന്നും ഒരു ചാർജിനെ മറ്റൊരു പോയിന്റിലേക്ക് എത്തിക്കാൻ എത്ര വർക്ക് വേണം, അതാണ് അവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ 80 ആണ്, ഇവിടുത്തെ പൊട്ടൻഷ്യൽ 100 ആണ്. അപ്പോൾ തമ്മിലുള്ള വ്യത്യാസം 20 ആണ്. ആ 20 എന്താണ്? ആ പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ആ ചാർജിനെ കൊണ്ടുവരാൻ ആവശ്യമായ വർക്കാണ്. അപ്പോൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാം നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വർക്ക് റിക്വയർഡ് ടു മൂവ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ്. മലയാളത്തിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റിൽ നിന്നും ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇലക്ട്രിക് ഫീൽഡിലെ മറ്റൊരു പോയിന്റിലേക്ക് കൊണ്ടുപോകാൻ എത്ര വർക്ക് വേണം, അതാണ് അവർ തമ്മിലുള്ള, ആ പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്, പൊട്ടൻഷ്യലും പൊട്ടൻഷ്യൽ ഡിഫറൻസും. ഓക്കെ, വെളിയിൽ നിന്നും പുറത്തുനിന്നും ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഒരു പോയിന്റിൽ എത്തിക്കാൻ ആവശ്യമായ വർക്ക് അവിടുത്തെ പൊട്ടൻഷ്യൽ. ആ പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ആ ചാർജിനെ മൂവ് ചെയ്യിക്കാൻ ആവശ്യമായ വർക്കാണ് ആ പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഡെഫിനിഷൻ നോട്ട് ചെയ്തോണം. ഇറ്റ് ഈസ് ദ വർക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ വർക്ക് റിക്വയർഡ് ടു മൂവ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം one point to another point. Okay, see, A എന്നൊരു പോയിന്റ്, ഇവിടെ ഒരു ബി എന്നൊരു പോയിന്റ് ഉണ്ട്, ഇവിടെ എ എന്നൊരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ബിയിലെ പൊട്ടൻഷ്യൽ വി ബി, എയിലെ പൊട്ടൻഷ്യൽ വി എ. എങ്കിൽ ക്യൂ ചാർജിനെ ബിയിൽ നിന്നും എടുത്ത് എയിൽ കൊണ്ടുവയ്ക്കണം. ബിയിൽ നിന്നും ഒരു ക്യൂ ചാർജിനെ മൂവ് ചെയ്ത് എയിലോട്ട് കൊണ്ടുവച്ചു. ഓക്കെ, എങ്കിൽ എയും ബിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? വർക്ക് റിക്വയർഡ് ടു മൂവ് ദ ചാർജ് ഫ്രം ബി ടു എ ബൈ ക്യൂ. അല്ലേ, നമ്മളിപ്പോൾ പറഞ്ഞു പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഡെഫിനിഷൻ എന്താണ്? വർക്ക് റിക്വയർഡ് ടു മൂവ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ്. ക്യൂ ചാർജിന് വേണ്ടി എനിക്ക് എത്ര വർക്ക് ചിലവായി പെർ ചാർജ് നോക്കണം. അതായിരിക്കും എയും ബിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതായത് ഈ പോയിന്റും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ നിന്ന്
ഇവിടം വരെ ഒരു യൂണിറ്റ് ചാർജിനെ കൊണ്ടുപോകാൻ എത്ര വർക്ക് ചിലവായി എന്നുള്ളതാണ്. ക്യൂ ചാർജിന് വേണ്ടി എനിക്ക് W വർക്ക് ചിലവായി. അപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? എനിക്ക് ചിലവായ വർക്ക് ബൈ ഞാൻ മൂവ് ചെയ്യിപ്പിച്ച ചാർജ് ഇവിടെ നിന്ന് ഇവിടം വരെ. ദാറ്റ് വർക്ക് പെർ ചാർജ് വിൽ ബി ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. വേറൊരു രീതി പറഞ്ഞാൽ ബിയിൽ നിന്നും എയിലേക്ക് ഒരു ചാർജിനെ കൊണ്ടുപോകാൻ, ബി എന്ന പോയിന്റിൽ നിന്നും എ എന്ന പോയിന്റിലേക്ക് ഒരു ചാർജിനെ കൊണ്ടുപോകാൻ എത്ര വർക്ക് വേണം എന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടത് ആ പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം ഇൻറ്റു ചാർജ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റാണിത്. ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡിലെ മറ്റൊരു പോയിന്റിലേക്ക് ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കാൻ എത്ര വർക്ക് വേണം എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ആ പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എത്ര ഇൻറ്റു ചാർജ് ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞത് വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഫീൽഡിന് പുറത്തുനിന്ന് അകത്തോട്ട് കൊണ്ടുവരാനും വർക്ക് വേണം. അതിനെ നമ്മൾ പൊട്ടൻഷ്യൽ എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഫീൽഡിൽ തന്നെയുള്ള ഒരു പോയിന്റിൽ നിന്നും ഫീൽഡിലെ മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യിക്കാനും വർക്ക് വേണം. അത് ആ പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നും ഡിഫൈൻ ചെയ്തിരിക്കുന്നു. വർക്ക് പെർ ചാർജ് ആണ് പൊട്ടൻഷ്യലും ആയാലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയാലും. ഓക്കെ, ഇവിടെ ഞാൻ VA മൈനസ് VB എന്ന് എടുത്തിരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ എപ്പോഴും ഫൈനൽ പോയിന്റിലെ പൊട്ടൻഷ്യൽ മൈനസ് ഇനിഷ്യൽ പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്നാണ് എടുക്കേണ്ടത്. അപ്പോൾ ചിലർക്ക് ഡൗട്ട് തോന്നും VB മൈനസ് VA എന്ന് എടുക്കാത്ത എന്തുകൊണ്ടെന്ന്. എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് ചാർജിനെ മൂവ് ചെയ്ത് നമ്മൾ എവിടെയാണോ കൊണ്ടുവച്ചത് ആ ഫൈനൽ പോയിന്റിലെ പൊട്ടൻഷ്യൽ മൈനസ് ഇനിഷ്യൽ പോയിന്റിലെ പൊട്ടൻഷ്യലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോഴാണ് ഡിഫറൻസ് കറക്റ്റ് സെൻസിൽ വരുന്നത്. ഓക്കെ ഓക്കെ ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ഡെറിവേഷനാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഞാൻ വീണ്ടും പറയുന്നു, ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ തുടർച്ചയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഒരു പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ചാർജ്, ഒറ്റക്കിരിക്കുന്ന ഒരു ചാർജിനെയാണ് നമ്മൾ പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞത്. ആ ചാർജിൽ നിന്ന് ഒറ്റക്കിരിക്കുന്ന ചാർജ് എല്ലാം പോയിന്റ് ചാർജ് എന്നല്ല, ഒരു ചാർജ് അതിന് ചുറ്റും അതല്ലെങ്കിൽ ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഒക്കെ വളരെ കൂടുതലായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പോയിന്റ് മാസ് പഠിച്ചിട്ടുണ്ട്. ഒരു ബോഡിയുടെ മാസ് അത് സഞ്ചരിച്ച ദൂരവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് പോയിന്റ് മാസ് എന്നൊക്കെ. അപ്പോൾ ഇപ്പം തൽക്കാലം അങ്ങനെ മനസ്സിലാക്കുക, പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ചാർജ്, അതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും നമുക്കറിയാം. ആ ഫീൽഡിലെ ഒരു പോയിന്റാണ് എ എന്നിരിക്കട്ടെ. ഇപ്പോൾ Q എന്ന് പറയുന്ന ചാർജ്, അത് അതിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ആ ഫീൽഡിലെ ഒരു പോയിന്റാണ് എ. ക്യൂവിൽ നിന്നും ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് R. ഈ എ എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 1/4πε0 Q/r². ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിസൾട്ടാണ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജിൻ്റെ ഇക്വേഷനാണ് ഇത്. 1/4πε0 Q/r². അഥവാ Q ചാർജിൽ നിന്നും R ഡിസ്റ്റൻസ് ദൂരെയുള്ള ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി എത്ര എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസറാണ് 1/4πε0 Q/r². ഇതെങ്ങനെ കിട്ടി എന്ന് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഈ പോയിന്റിൽ നമ്മളൊരു ടെസ്റ്റ് ചാർജായ സ്മാൾ ക്യൂനെ കൊണ്ടുവയ്ക്കുന്നു. ഏത് പോയിന്റിലാണ്? എ എന്ന് പറയുന്ന ആ പോയിന്റിൽ ഒരു ടെസ്റ്റ് ചാർജായ സ്മാൾ ക്യൂനെ കൊണ്ടുവയ്ക്കുന്നു. അപ്പോൾ കൂളംസ് ലോ അനുസരിച്ച് ഈ ക്യൂവിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. കൂളംസ് ലോ അനുസരിച്ച് ഫോഴ്സിൻ്റെ ഇക്വേഷൻ 1/4πε0 പ്രോഡക്റ്റ് ഓഫ് ചാർജസ് ബൈ r². അപ്പോൾ വലിയ ക്യൂ എന്ന് പറയുന്ന ചാർജിൻ്റെ അടുത്ത് ചെറിയ ക്യൂ എന്ന് പറയുന്ന ഈ ചാർജിനെ ഞാൻ കൊണ്ടുവച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഫോഴ്സാണിത്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഫോഴ്സ് പെർ ചാർജ്. ആക്ട് ചെയ്ത ഫോഴ്സ് ഡിവൈഡഡ് ബൈ അവിടെ കൊണ്ടുവച്ച ചാർജ്, അതാണ് അവിടുത്തെ ഇൻറ്റൻസിറ്റി ഓഫ് ദ ഫീൽഡ്. ഒന്നുകൂടി, ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പെർ ചാർജാണ്. അപ്പോൾ ഫോഴ്സ് നമുക്ക് കിട്ടി. ഈ സ്മാൾ ക്യൂവിനെ ഇങ്ങ് ഇപ്പുറത്ത് കൊണ്ടുവരിക. ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ F/Q ആണ്. F ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ക്യൂവിനെ ഇങ്ങ് താഴെ കൊണ്ടുവരിക. ബാക്കിയാണ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ 1/4πε0 Q/r². എന്ത് സംഭവിച്ചേ? സ്മാൾ ക്യൂവിനെ എന്ത് ചെയ്തു? സ്മാൾ ക്യൂവിനെ എഫിൻ്റെ അടിയിൽ കൊണ്ടുവച്ചു. അപ്പോൾ ഇതിങ്ങനെയായി അല്ലേ?
ഇവിടെ ഇരുന്ന സ്മാൾ ക്യൂവിനെ എടുത്ത് എവിടെ കൊണ്ടുവച്ചു? എഫിൻ്റെ അടിയിൽ കൊണ്ടുവച്ചു. അപ്പോൾ എഫ് ബൈ ക്യൂ ആയി. ഈ എഫ് ബൈ ക്യൂ ആണ് ആര്? ഇ. അങ്ങനെ ഇയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടിയതാണ് 1/4πε0 Q/r². ഇത് പൂർണ്ണമായും ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ക്യൂ എന്ന് പറയുന്ന ഈ ചാർജിൽ നിന്നും r ഡിസ്റ്റൻസ് ദൂരെയുള്ള ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റിയാണ് 1/4πε0 Q/r². നമ്മളിനി എന്താ പഠിക്കാൻ പോകുന്നത് അറിയോ? ഈ പോയിന്റിലെ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷനാണ് പഠിക്കാൻ പോകുന്നത്. ഒരു ചാർജിൽ നിന്നും ഒരു നിശ്ചിത ദൂരം അകലെയുള്ള ഒരു പോയിന്റിലെ ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു. അതെങ്ങനെ കിട്ടിയെന്ന് ഞാനിപ്പോൾ കാണിച്ചു തന്നു. അതേ പോയിന്റിലെ പൊട്ടൻഷ്യൽ എത്ര എന്നാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ്, ഞാൻ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡിലെ എല്ലാ പോയിന്റിലും ഫീൽഡ് ഇന്റൻസിറ്റിയും ഉണ്ട്, പൊട്ടൻഷ്യലും ഉണ്ട്. ക്യൂ എന്ന് പറയുന്ന ചാർജിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റാണ് എ. ആ പോയിന്റിലെ പൊട്ടൻഷ്യൽ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മുടെ കയ്യിലൊരു ടെസ്റ്റ് ചാർജ് ഉണ്ട്. ഇപ്പം അത് ഇൻഫിനിറ്റിയിൽ ഇരിക്കുകയാണ്. ഒരു ക്യൂ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചാർജ് നമ്മുടെ കയ്യിലുണ്ട്. ക്യൂ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചാർജ് ഉണ്ട്. ഈ ക്യൂ ഇൻഫിനിറ്റിയിലാണ്. ഇൻഫിനിറ്റിയിൽ നിന്ന് ആ ക്യൂവിനെ നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. എ വരെ എത്തിക്കണം. അപ്പോൾ നമുക്ക് ചിലവാകുന്ന വർക്ക് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, സോ വി ഹാവ് എ ടെസ്റ്റ് ചാർജ് സ്മാൾ ക്യൂ വിച്ച് ഈസ് ഇനീഷ്യലി അറ്റ് ഇൻഫിനിറ്റി. ഓക്കെ, ഇറ്റ് ഈസ് മൂവിങ് ടുവേർഡ്സ് ദ പോയിന്റ് എ. അപ്പോൾ നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്നും സ്മാൾ ക്യൂവിനെയും കൊണ്ട് എയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമ്മൾ എത്തിച്ചേർന്ന ഒരു പോയിന്റാണ് ബി. അതായത് ബി എന്ന പോയിന്റ് പാസ് ചെയ്ത് വേണം ഇനി എയിലോട്ട് എത്താൻ. അപ്പോൾ ഇൻഫിനിറ്റിക്കും നമ്മുടെ ലക്ഷ്യസ്ഥാനമായ എ എന്ന് പറയുന്ന പോയിന്റിന് ഇടയ്ക്ക് എവിടെയോ ഉള്ള ഒരു ആർബിട്രറി പോയിന്റാണ് ബി. ക്യൂവിൽ നിന്നും നമ്മളിപ്പോൾ പറഞ്ഞ ബി വരെയുള്ള ഡിസ്റ്റൻസിനെ എക്സ് എന്ന് എടുക്കാം. ഓക്കെ, ഈ എക്സ് വേരി ചെയ്യുന്നത് എവിടെ തൊട്ടാണ്? ഇൻഫിനിറ്റി വരെ എക്സിൻ്റെ വില തുടക്കത്തിൽ ഇൻഫിനിറ്റിയാണ്. എൻഡ് ചെയ്യുമ്പോൾ എക്സിൻ്റെ വില 6 ആയിരിക്കും. ചാർജിൽ നിന്നും നമ്മുടെ ലക്ഷ്യസ്ഥാനം വരെ എത്തുമ്പോൾ 6 ആയിരിക്കും. തുടക്കത്തിൽ എക്സിൻ്റെ വില ഇൻഫിനിറ്റി ആയിരിക്കും. ഇതിൻ്റെ ഇടയിൽ ഒരു എക്സ് ഡിസ്റ്റൻസ് അകലത്തിലുള്ള ഒരു പോയിന്റാണ് ബി എന്ന് ഓർക്കുക. ബിയിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ എഴുതുകയാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ബി, ദാറ്റ് ഈസ് ഇ ഈസ് ഈക്വൽ ടു 1/4πε0 Q/x². നേരത്തെ r ഡിസ്റ്റൻസിൻ്റെ അവിടെയാണ് Q/r² വരുന്നത്. എക്സ് ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിലെ ഇന്റൻസിറ്റിയാണ് 1/4πε0 Q/x². നമ്മുടെ ടെസ്റ്റ് ചാർജ് ഇപ്പോൾ ബിയിൽ എത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ ക്യൂ ഇരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡിലാണല്ലോ, സ്മാൾ ക്യൂ ഇരിക്കുന്നത് ഈ ഇലക്ട്രിക് ഫീൽഡിലാണല്ലോ. അപ്പോൾ അവനിൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ചാർജ് ആണ്. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇ ക്യൂ ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മുടെ ടെസ്റ്റ് ചാർജിൽ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോഴ്സാണ് ഇ ക്യൂ. അതെല്ലാം ഞാൻ പറഞ്ഞു ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. ഈ ഫോഴ്സ് ഇതിലെ ഇയുടെ വിലയാണ് ആദ്യം എഴുതി വെച്ചിരിക്കുന്നത്. എഫ് ഈസ് ഈക്വൽ ടു ഇ ക്യൂ. ബി എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ് ഇ ക്യൂ. അതിലെ ഇയുടെ വിലയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഈ ഫോഴ്സ് റൈറ്റ് സൈഡിലോട്ടായിരിക്കും. കാരണം ഇത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ, സപ്പോസ് ഇതൊരു പോസിറ്റീവ് ചാർജ് ആണെന്ന് വെച്ചോളൂ, കൊണ്ടുവന്നതും പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ കൊണ്ടുവന്നത് എപ്പോഴും പോസിറ്റീവ് ചാർജ് ആയിരിക്കും. കാരണം ടെസ്റ്റ് ചാർജിനെ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ടെസ്റ്റ് ചാർജിനെ ഇവൻ ഇത്രയും ഫോഴ്സ് ഉപയോഗിച്ച് റിപ്പൽ ചെയ്യും, അങ്ങോട്ട് റിപ്പൽ ചെയ്യും. അപ്പം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ ക്യൂവിനെ വീണ്ടും മുമ്പോട്ട് നീക്കിയേ പറ്റൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആ റിപ്പൽഷനെതിരെ വർക്ക് ചെയ്യേണ്ടി വരും. ഒരിക്കൽ കൂടി, നമ്മുടെ ടെസ്റ്റ് ചാർജായ ക്യൂ ഇപ്പോൾ ബിയിൽ ഇരിക്കുകയാണ്. ബിയിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ചാർജിന് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അത് റൈറ്റിലോട്ടാണ്. നമുക്ക് ചാർജിനെയും കൊണ്ട് ലെഫ്റ്റിലോട്ടാണ് വരേണ്ടത്. സോ നമ്മളാകുന്ന എക്സ്റ്റേണൽ ഏജൻറ്റ് കൊടുക്കേണ്ട ഫോഴ്സ് ഈ പറയുന്ന ഇ ക്യൂവിന് ഓപ്പോസിറ്റ് ആയിട്ടാണ്. സോ നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സിനെ നമുക്ക് മൈനസ് ഇ ക്യൂ എന്ന് എടുക്കാം. എന്തിന് മൈനസ് സൈൻ ഇട്ടത്? ഇലക്ട്രിക് ഫീൽഡിലെ ഫോഴ്സ് റൈറ്റിലോട്ടാണ്, നമുക്ക് മൂവ് ചെയ്യേണ്ടത് അതിന് എഗനിസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സാണ് എക്സ്റ്റേണൽ ഫോഴ്സ്, നമ്മൾ മൈനസ് ഇ ക്യൂ എന്നെടുക്കുന്നു.
ഈ ഫോഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ മുമ്പോട്ട് വരാൻ പോകുന്നത്. നമ്മൾ ഒരു ചെറിയ ഡിസ്റ്റൻസ് ഡി എക്സ് മൂവ് ചെയ്തെന്ന് വിചാരിക്കുക. നമുക്കറിയാം വേരിയബിൾ ഫോഴ്സ് ഈ ഡിസ്റ്റൻസ് മാറുന്തോറും എക്സ് കുറഞ്ഞ് വരുന്തോറും ഫീൽഡ് വ്യത്യാസപ്പെടും, ഫീൽഡ് കൂടും, ഫീൽഡ് സ്ട്രെങ്ത് കൂടും. അപ്പം നമ്മൾ ഉപയോഗിക്കേണ്ട ഫോഴ്സിൻ്റെ എമൗണ്ടും കൂടി വരും. അല്ലെങ്കിൽ നമ്മൾ അടുത്തോട്ട് വരുന്തോറും ഇവൻ്റെ റിപ്പൽഷനും കൂടും. അപ്പം നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് നമ്മൾ ഗ്രാജുവലി കൂട്ടിക്കാണ് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യുന്നത് ഒരു വേരിയബിൾ ഫോഴ്സാണ്. +1 പഠിച്ചിട്ടുണ്ട്. വേരിയബിൾ ഫോഴ്സാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ ഒരു ചെറിയ ഡിസ്റ്റൻസിലെ വർക്ക് കണ്ടുപിടിച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, നമുക്കെല്ലാം അറിയാം. സോ ബി എന്ന പോയിന്റിൽ വെച്ച് നമുക്ക് ചിലവാവേണ്ട ഫോഴ്സാണ് -EQ. ആ ഫോഴ്സ് ഉപയോഗിച്ച് ചാർജിനെ ഒരു ചെറിയ ഡിസ്റ്റൻസ് dx ഇങ്ങോട്ട് നീക്കിയെന്ന് സങ്കല്പിക്കുക. അപ്പോൾ നമ്മൾ ചെയ്ത വർക്ക് dW = ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. വർക്ക് ഡൺ ഈസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ചെറിയ ഡിസ്റ്റൻസ് dx എന്ന് പറയുന്ന ചെറിയ ഡിസ്റ്റൻസ് നീക്കാനാണ് ഇത്രയും വർക്ക് വേണ്ടി വന്നത്. നമ്മൾ ഈ പരിപാടി എവിടെ നിന്ന് തുടങ്ങിയതാണ്? ഇൻഫിനിറ്റിയിൽ തുടങ്ങിയതാണ്. എവിടം വരെ ചെയ്യണം? ഇൻഫിനിറ്റിയിൽ നിന്നും നമ്മൾ വന്ന് എ വരെ വരണം. അതിനിടയിലുള്ള ഒരു ചെറിയ ഗ്യാപ്പ് മാത്രമാണ് dx. അപ്പോൾ ഇൻഫിനിറ്റി മുതൽ എ വരെ എത്തിക്കാൻ ആവശ്യമായ ടോട്ടൽ വർക്ക് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. ഇൻ്റഗ്രേഷൻ ഫ്രം ഇൻഫിനിറ്റി ടു ആർ. ഞാൻ നേരത്തെ പറഞ്ഞ് എക്സിൻ്റെ വിലയാണ് തുടക്കത്തിൽ, എക്സിൻ്റെ വില ഇൻഫിനിറ്റി. എ എത്തുമ്പോൾ ഈ നീളം എത്രയായി മാറും? 6 ആയി മാറും. എ എന്ന് പറഞ്ഞാൽ പോയിന്റിലെ പേരാണ്. എ എന്ന് പറയുന്നത് ആ പോയിന്റിൻ്റെ പേരാണ്. ഇൻ്റഗ്രേഷനിൽ നമ്മൾ കൊടുക്കുമ്പോൾ എ വരെയുള്ള ദൂരം എത്രയെന്നുള്ളതാണ് ലിമിറ്റായിട്ട് കൊടുക്കേണ്ടത്. തുടക്കത്തിൽ എക്സിൻ്റെ വില ഇൻഫിനിറ്റി, എയിലെത്തുമ്പോൾ എക്സിൻ്റെ വില 6. അപ്പോൾ ഇൻഫിനിറ്റി ടു ആർ f external dx. Okay, that is W is equal to integral infinity to r. എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ വില നമ്മൾ കൊടുക്കുകയാണ് -EQ ഇൻറ്റു dx. ഓക്കെ, അപ്പോൾ Q ചാർജിന് വേണ്ടി Q എന്ന് പറയുന്ന ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും എയിലെത്തിക്കാൻ ഇത്രയും വർക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്കറിയാം. അപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ കാണാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് ചിലവായ വർക്ക് ബൈ ചാർജാണ്. ആ വർക്കാണ് ഈ കിട്ടിയിരിക്കുന്നത്. Q ചാർജിന് വേണ്ടി നമുക്ക് ചിലവായ വർക്കാണ് ഈ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ കാണാൻ എന്ത് ചെയ്താൽ മതി? വർക്ക് ബൈ ചാർജ്. സോ ഈ ക്യൂവിനെ ഇങ്ങ് താഴെ കൊണ്ടുവന്നാൽ പരിപാടി കഴിഞ്ഞു. W/Q. സോ V is equal to Q ഇങ്ങ് താഴെ വരും. സോ -integral infinity to r E dx എന്ന് കിട്ടും. ഓക്കെ, വർക്കാണ് ഇത്രയും. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ചാർജ് ആണ്. ബൈ ചാർജ് Q, അല്ലെങ്കിൽ Q ഇങ്ങ് W-ൻ്റെ അടിയിൽ വരും. W/Q ആണ് V. ഓക്കെ, സോ ഇനി നമ്മുടെ ജോലി എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ സിംപ്ലിഫിക്കേഷൻ മാത്രമാണ്. -integral infinity to r. ഇയുടെ വില ദാ ഇവിടെ ഉണ്ട്. ഇക്വേഷൻ 1 എന്നങ്ങനെ കൊടുത്തിരുന്നാൽ മതി. ഇയുടെ വില ഇവിടെ ഉണ്ട്. എന്ത് കിട്ടും? 1/4πε0 Q/x² dx. ഓക്കെ, ഇതിൽ ഇനി കോൺസ്റ്റൻസ് പുറത്തെടുത്തിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഈ ലാസ്റ്റ് കിട്ടിയ ഇക്വേഷനിലെ കോൺസ്റ്റൻസിനെയൊക്കെ ഞാൻ പുറത്തെടുക്കുകയാണ്. V is equal to, ലാസ്റ്റ് കിട്ടിയ ഇക്വേഷനിൽ എന്തൊക്കെയാണ് കോൺസ്റ്റന്റ്? നമുക്കറിയാം V is equal to നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് -integral infinity to r ഇയുടെ വിലയായ 1/4πε0 Q/x² dx എന്നാണ് നമ്മളെ കിട്ടിയിരിക്കുന്നത്. ഇതിനകത്തെ കോൺസ്റ്റൻസ് ആരൊക്കെയാണ്? Q, 4πε0, ഇതെല്ലാം കോൺസ്റ്റൻസ് ആണ്. അത് പുറത്തെടുത്താൽ നമുക്ക് V is equal to -Q/4πε0 into integral infinity to r 1/x² dx. ഓക്കെ, 1/x²ൻ്റെ ഇൻ്റഗ്രേഷൻ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 1/x²ൻ്റെ ഇൻ്റഗ്രേഷൻ അത് ജസ്റ്റ് ഇവിടെ കാണിക്കാം. ഇൻ്റഗ്രൽ ചെറിയ ക്ലാസ്സിനെ ഉദ്ദേശിച്ച് +1 കഴിഞ്ഞ വർഷം. ഇൻ്റഗ്രൽ 1/x² dx
ഇതിനെ നമുക്ക് ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു മൈനസ് 2 ഡി എക്സ് എന്ന് എഴുതാം. നമുക്കറിയാം ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 ആണ്. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു മൈനസ് 2 ഡി എക്സ് എന്നാണ് കിടക്കുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എന്നിൻ്റെ സ്ഥാനത്ത് -2 -2 പ്ലസ് 1 ബൈ -2 പ്ലസ് 1 is equal to x raised to -2 plus 1 -1 by -1 is equal to സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സ് റൈസ് ടു -1 ബൈ -1 എന്ന് വരും അല്ലേ. -2 പ്ലസ് 1 -1 അടിയിൽ -2 പ്ലസ് 1 -1 വിച്ച് ഇസ് ഈക്വൽ ടു ഈ മൈനസ് ഇവിടെ നിൽക്കും, എക്സ് റൈസ് ടു -1 എന്ന് വെച്ചാൽ 1 ബൈ എക്സ്. ചുരുക്കി പറഞ്ഞാൽ ഇൻ്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയർ ഡി എക്സിൻ്റെ ഉത്തരം -1 ബൈ എക്സ് എന്നാണ്. അതെങ്ങനെ കിട്ടിയെന്നുള്ളത് കാണിച്ചതാണ്. ഇൻ്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയർ ഡി എക്സ്, അതിനെ ആദ്യം എക്സ് റൈസ് ടു -2 ഡി എക്സ് എന്ന് എഴുതി. ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സിന് ഉത്തരവുണ്ട് എക്സ് റൈസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1 ആണ്. ആ എൻ്റെ സ്ഥാനത്ത് -2 എന്ന് കൊടുത്ത് എന്നിട്ട് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എക്സ് റൈസ് ടു -2 പ്ലസ് 1 ബൈ -2 പ്ലസ് 1. സോ എക്സ് റൈസ് ടു -1 ബൈ -1 is equal to -1 by x. അപ്പോൾ അത് നമ്മൾ മെയിൻ ഡെറിവേഷനെ കാണിക്കണമെന്നില്ല, നമുക്ക് ഇത്രയും നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇൻ്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയർ ഡി എക്സിൻ്റെ ആൻസർ -1 ബൈ എക്സ് ആണ്. എങ്ങനെ കിട്ടിയെന്ന് കാണിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി. സോ ആ വാല്യൂ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, വി ഈസ് ഈക്വൽ ടു -q ബൈ 4 പൈ എപ്സിലോൺ 0 ഇൻറ്റു -1 ബൈ എക്സ് ഫ്രം ഇൻഫിനിറ്റി ടു ആർ. ഓക്കെ, അപ്പോൾ എങ്ങനെ ഇവിടെ -1 ബൈ എക്സ് കിട്ടിയെന്നാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എഴുതി കാണിച്ചത്. സോ ഈ മൈനസോടെ പ്ലസ് ആവും. അപ്പോൾ വി സമം എന്ത് കിട്ടും, q ബൈ 4 പൈ എപ്സിലോൺ 0 ഇൻറ്റു ഈ എക്സിന് ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കണം. ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് കൊടുക്കാനൊക്കെ നമ്മൾ പഠിച്ചതാണ്. വേരിയബിളായ എക്സിന് ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു, മൈനസ് ലോവർ ലിമിറ്റ്. ഇതിൽ 1 ബൈ ഇൻഫിനിറ്റി 0 ആണ്. ശേഷിക്കുന്നതാണ് നമ്മുടെ ഉത്തരം. വി ഈസ് ഈക്വൽ ടു q ബൈ 4 പൈ എപ്സിലോൺ 0 ആണ്. അതല്ല എങ്കിൽ നമുക്ക് അതിനൊരു ഇക്വേഷനായിട്ട് ഇങ്ങനെ എഴുതാം, വി ഈസ് ഈക്വൽ ടു 1 ബൈ 4 പൈ എപ്സിലോൺ 0 q ബൈ r. ദിസ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. അതായത് q ചാർജിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ ഇതാണ്, 1 ബൈ 4 പൈ എപ്സിലോൺ 0 q ബൈ r. നമുക്ക് r സ്ക്വയർ ആയിരുന്നെങ്കിൽ, ഇവിടെ r സ്ക്വയർ ആയിരുന്നെങ്കിൽ അത് അതേ പോയിന്റിലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ ആയിരുന്നു. അപ്പോൾ q എന്ന് പറയുന്ന ഒരു പോയിന്റ് ചാർജിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷനാണ് 1 ബൈ 4 പൈ എപ്സിലോൺ 0 q ബൈ r. സെയിം പോയിന്റിലെ തന്നെ ഫീൽഡ് ഇൻറ്റൻസിറ്റി കാണാനാണ് 1 ബൈ 4 പൈ എപ്സിലോൺ 0 q ബൈ r സ്ക്വയർ യൂസ് ചെയ്യുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരുന്നു ഒന്നാമത്തെ പാഠത്തിൽ നിങ്ങൾ പഠിച്ചത്. അതിന് ഡയറക്ഷൻ ഉണ്ടായിരുന്നു, നമ്മൾ വെക്റ്റർ റിസോൾവ് ഒക്കെ ചെയ്താണ് ചെയ്യുന്നത് അല്ലേ. വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് ഇലക്ട്രിക് ഫീൽഡ്, എന്നാൽ പൊട്ടൻഷ്യൽ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അതിന് ഡയറക്ഷൻ ഒന്നുമില്ല, അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വർക്ക് ബൈ ചാർജ് ആണ്. വർക്ക് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യലും എന്താണ്, സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു റിസൾട്ടാണ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. സോ മൊത്തത്തിൽ നോക്കുക, ക്യാപിറ്റൽ Q എന്ന് പറയുന്ന ഒരു പോയിന്റ് ചാർജ്, അതിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റാണ് എ. എയിലെ പൊട്ടൻഷ്യലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മളൊരു ടെസ്റ്റ് ചാർജായ ക്യൂവിനെ ഇൻഫിനിറ്റിയിൽ നിന്നും എയിലേക്ക് കൊണ്ടുവരുന്നു. അതിനിടയിലുള്ള ഒരു ആർബിട്രറി പോയിന്റാണ് ബി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എക്സ് എന്നെടുത്തത്. അപ്പോൾ ആ ബി എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് 1 ബൈ 4 പൈ എപ്സിലോൺ 0 q ബൈ എക്സ് സ്ക്വയർ ആണ്. ആ ഇലക്ട്രിക് ഫീൽഡ് കാരണം നമ്മുടെ ടെസ്റ്റ് ചാർജിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് EQ, ഇത് നമ്മളെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് ആണ്. അപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ഏജന്റ് കൊടുക്കുന്ന ഫോഴ്സ് -EQ.
ഇതുപയോഗിച്ച് നമ്മളൊരു ചെറിയ ഡിസ്റ്റൻസ് മുമ്പോട്ട് നീങ്ങി dx ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട വർക്ക് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. സോ ടോട്ടലി നമ്മൾ ചെയ്യേണ്ടത് ഇൻഫിനിറ്റി മുതൽ r വരെയാണ്. അതായത് എക്സിൻ്റെ വില തുടക്കത്തിൽ ഇൻഫിനിറ്റിലും ക്യൂയിൽ നിന്ന് ഇൻഫിനിറ്റി ഡിസ്റ്റൻസിലും നമ്മൾ എയിലെത്തുമ്പോൾ ആറും ആവും. അപ്പോൾ ഇൻ്റഗ്രേഷൻ ഫ്രം ഇൻഫിനിറ്റി ടു r എഫ് എക്സ്റ്റേണൽ ഇൻറ്റു dx. അതിൽ എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ വാല്യൂ ആയ -EQ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് വർക്ക് കിട്ടി. ആ ക്യൂവിനെ താഴെ കൊണ്ടുവന്നു W/Q, അപ്പോൾ V കിട്ടും. സോ വിയുടെ ഇക്വേഷൻ. അതിൽ ഇയുടെ വാല്യൂ ആയ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അതിലെ കോൺസ്റ്റൻസ് ആയ Q, 4πε0 എന്നിവ പുറത്തെടുത്തു. ബാക്കി 1/x² dx. ഇൻ്റഗ്രൽ 1/x² dx എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു. അതിൻ്റെ ഉത്തരം -1/x എന്ന് കിട്ടും. ലിമിറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ആൻസർ കിട്ടും. Potential due to a point charge V is equal to 1/4πε0 Q/r, and potential is a scalar quantity also. Okay, അപ്പോൾ നമ്മളിത് പഠിച്ച കോൺസെപ്റ്റുകൾ എന്താണ് പൊട്ടൻഷ്യൽ, എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ആൻഡ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജിൻ്റെ ഇക്വേഷൻ. ഓക്കെ, സോ ഇതിൻ്റെ ബാലൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.